തീ പോലും കത്തിക്കാതെ വളരെ എളുപ്പത്തിൽ വെറും 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് അല്ലെങ്കിൽ ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഞാനിവിടെ ആദ്യം 1 കപ്പ് പാല് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. ഇനി നമുക്കിതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ജാം വേണമെങ്കിലും എടുക്കാം കേട്ടോ. മിക്സഡ് ഫ്രൂട്ട് ജാം ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ചെറി ചെറുതാക്കി അരിഞ്ഞത്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് മാറ്റം വരുത്താം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല സ്മൂത്തായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ ഒരു മിക്സ് കൊണ്ടുവരണം. ഞാനിപ്പോൾ ഏകദേശം 2 ടീസ്പൂൺ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2-3 പ്രാവശ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പാൽ ഒഴിക്കുമ്പോൾ ഒരിക്കലും ഇതിൻ്റെ അളവ് കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരിക്കലും ഈ ഒരു മിക്സ് ലൂസായിട്ട് പോകാൻ പാടില്ല. ഇതുപോലെ നല്ല സ്മൂത്തായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി വേണം നമുക്ക് ഇതിന് കിട്ടാനായിട്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം സ്നാക്ക് ഉണ്ടാക്കണോ അത്രയും നമുക്ക് ബ്രെഡ് എടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ അരികൊക്കെ ഒന്ന് മുറിച്ച് മാറ്റാം കേട്ടോ. ഈ അരികൊക്കെ മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ സാധാരണ ഞാൻ കളയാറില്ല. ഈ അരിക് വെച്ചിട്ടാണ് ഞാൻ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാറ് കേട്ടോ. വെറുതെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ ഫ്രഷ് ആയിട്ട് നമുക്ക് അപ്പോൾ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. ഇനി നമുക്ക് ഓരോ ബ്രെഡ് സ്ലൈസും എടുക്കാം. എന്നിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള പാലിലൊന്ന് മുക്കി കൊടുക്കാം. അത് മുഴുവനായിട്ട് നമുക്കിതിൽ മുക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു സൈഡ് മാത്രം ഒന്ന് മുക്കി കൊടുക്കാം. എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ബാക്കിയുള്ള കൂടുതലുള്ള പാലൊക്കെ ഒന്ന് കളയാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിൽക്ക് പൗഡർ ജാം ആ ഒരു മിക്സ് ഒന്ന് കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു സ്പാറ്റിൽ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നൈഫ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഇത് റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, പൊട്ടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ സ്നാക്ക് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ബ്രെഡ് ക്രംസിലാണ് റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലായാലും റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഇത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് അല്ലെങ്കിൽ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു അടിപൊളി സ്വീറ്റാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡെസേർട്ടായിട്ടായാലും സെർവ് ചെയ്യാം കേട്ടോ. കുക്കിംഗ് ഒന്നും വേണ്ടാത്ത വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു സ്വീറ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിൻ്റെ ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യണം കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.